മുഖ്യമന്ത്രി പിണറായി വിജയന് ഇ.പി. ജയരാജനോടില്ലാത്ത സ്നേഹവും ആനുകൂല്യവും എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനോട് എന്തിനെന്ന ചോദ്യവുമായി ബി.ജെ.പി നേതാവ് ഷോൺ ജോർജ്. മുഖ്യമന്ത്രി എ.ഡി.ജി.പിയെ ഭയക്കുകയാണ്. ഇ.പി. ജയരാജനെ ഇതേ കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ ഔദ്യോഗികമായി LDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയിരിക്കുകയും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തായ ഒരു നിലയിലാണ് പോകുന്നത്. പക്ഷേ അദ്ദേഹത്തെക്കാൾ പ്രാധാന്യം എ.ഡി.ജി.പിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എ.ഡി.ജി.പിയെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നു, അല്ലെങ്കിൽ എ.ഡി.ജി.പി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് വേണം കരുതാൻ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന എന്തൊക്കെയോ, പ്രത്യേകിച്ച് നമുക്കറിയാം സ്വർണ്ണക്കടത്ത് മുതലുള്ള കേസുകളുടെ എല്ലാം വഴിയിൽ കൃത്യമായ സാന്നിധ്യം എ.ഡി.ജി.പിയുടെ ഉണ്ട്. അപ്പോൾ എ.ഡി.ജി.പിക്ക് എന്തോ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തോ വളരെ കാര്യമായി അറിയാം. അല്ലെങ്കിൽ ഇത്രയും ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് പ്രശ്നം ഉണ്ടാകുന്നു, ഭരണകക്ഷിയിൽ തന്നെ ഒരു MLA ഇത്രയും വലിയൊരു അലിഗേഷൻ ഉന്നയിക്കുന്നു. അപ്പോൾ ആ സ്ഥാനത്ത് നിന്നും താൽക്കാലികമായി ലീവ് എടുത്ത് മാറി നിൽക്കാനെങ്കിലും മുഖ്യമന്ത്രിക്ക് പറയാം. അപ്പോൾ 60 വർഷമായി കൂടെ നടക്കുന്ന ജയരാജന് കൊടുക്കാത്ത ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ആ സ്നേഹം മുഖ്യമന്ത്രിക്ക് എ.ഡി.ജി.പി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ കാര്യമുണ്ടെന്ന് സംശയിച്ചാൽ തെറ്റില്ല. എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെങ്ങനെ ഉദ്യോഗസ്ഥർ എ.ഡി.ജി.പിക്കെതിരായി റിപ്പോർട്ട് നൽകുമെന്നും ഷോൺ ജോർജ് ചോദിക്കുന്നു. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള കീഴുദ്യോഗസ്ഥരാണ് ഫീൽഡിൽ പോയി അന്വേഷിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അന്വേഷിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും ഈ എ.ഡി.ജി.പിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരാണ്. അവരന്വേഷിച്ചാൽ ഇതെന്താവും. അപ്പോൾ സ്വാഭാവികമായും ഈ കേസ് ഇനി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നാൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലേക്ക് പോകും. ആ അന്വേഷണത്തിലെ ഏജൻസിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നലെ DGP തന്നെ മൊഴിയെടുക്കണമെന്ന് എ.ഡി.ജി.പി ആവശ്യപ്പെട്ട സാഹചര്യമൊക്കെ ഇന്നലെ ഉണ്ടായത്. പക്ഷേ അത് നിയമപരമായി ഇതിനെ കൃത്യമായി വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാവും. മാത്രമല്ല, എന്തുതന്നെ ഇഷ്യൂ ഉണ്ടായാലും പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഇത്രയേറെ ഇഷ്യൂ ഉണ്ടായിട്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ തീരുമാനിച്ച ഒരു എ.ഡി.ജി.പിക്കെതിരെ ഒരു സാധാ ഉദ്യോഗസ്ഥന്, അതിൻ്റെ IG വരെയുള്ള ഏത് ഉദ്യോഗസ്ഥന് ധൈര്യമുണ്ടാവും? ഇപ്പോൾ ഒരു ഭരണകക്ഷി MLA-യുടെയും ഘടകകക്ഷി നേതാക്കന്മാരുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് ഇതിനെതിരെ അന്വേഷണത്തിന് ഓട്ടോമാറ്റിക്കലി ഒരു മെസ്സേജ് മുഖ്യമന്ത്രി കൊടുത്തു. എന്താണ്? ഞാൻ എ.ഡി.ജി.പിയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് മുഖ്യമന്ത്രി കൊടുത്തപ്പോൾ ഇനി അദ്ദേഹത്തിനെതിരായിട്ട് ഒരു റിപ്പോർട്ട് ഒരു ഉദ്യോഗസ്ഥന് എഴുതില്ല. ജീവൻ രക്ഷാ പ്രവർത്തനം ഇനിയും തുടരണമെന്ന് ഒരിക്കൽ DYFI പ്രവർത്തകരോട് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എതിരാളികളെ തല്ലിക്കോ എന്ന് മുഖ്യമന്ത്രി ഇൻഡയറക്റ്റായി പറഞ്ഞതാണിത്. പണ്ട് മുഖ്യമന്ത്രിയുടെ ജാഥ വന്നപ്പോൾ വണ്ടിയുടെ മുമ്പിൽ ചാടുന്ന കോൺഗ്രസ്സുകാരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി DYFIക്കാർ തല്ലിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു, ഇത്തരമുള്ള ജീവൻ രക്ഷാ കാര്യങ്ങൾ ഇനിയും തുടരണം. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ വണ്ടിക്ക് മുമ്പിൽ പ്രതിഷേധമായി ചാടുന്നവരെ എല്ലാം തല്ലിക്കോ എന്ന് ഇൻഡയറക്ട്ലി മുഖ്യമന്ത്രി പറയാനുണ്ടായത്. അതാണ് അന്നത്തെ ആ ഒരു മെസ്സേജ് കൊടുത്തത്. ഇത് അതുപോലെ തന്നെ എ.ഡി.ജി.പിയെ സംരക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു, നിങ്ങളൊക്കെ അനുസരിച്ചോ എന്ന് ഇൻഡയറക്ട്ലി മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രി കൊടുത്തൊരു മെസ്സേജ് ആയിരുന്നു ഇത്. പഴയ CPIM പാർട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ടെന്നും ഷോൺ ജോർജ് വിമർശിച്ചു. സാധാരണ സഖാക്കൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കാൻ കഴിയില്ല. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല, കാരണം ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറിയിരിക്കുന്നു. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയെ വലിയ രീതിയിൽ പാർട്ടി സമ്മേളനങ്ങൾ മറുപടി പറയേണ്ടി വരും. പക്ഷേ ഇന്ന് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല, അതൊരു പിണറായി ലിമിറ്റഡ് കമ്പനിയാണ്. അതുകൊണ്ട് പാർട്ടിക്കകത്ത് ഈ വലിയ പ്രതിരോധമുണ്ടും ഉണ്ടാക്കാൻ ഇവിടെ സാധാരണ സഖാക്കൾക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 329 പ്രകാരം PV അൻവർ MLA ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. PV അൻവർ എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ കേന്ദ്ര അന്വേഷണം അനിവാര്യമാണെന്നും ഷോൺ ജോർജ് റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി. തീർച്ചയായിട്ടും ആ ആരോപണങ്ങളെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അൻവർ ചെയ്തൊരു ഗുരുതരമായ തെറ്റുണ്ട്. അതായത് നോൺ ഡിസ്ക്ലോഷർ ഓഫ് എ ക്രൈം. അതായത് ഒരു കുറ്റം അറിയാമെന്നിട്ടും അത് മറച്ചു വെച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബോധ്യമുണ്ട്, കൊന്നിട്ടുണ്ട്, കൊല്ലിച്ചിട്ടുണ്ട്, തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്, സ്വർണം കടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ക്രൈമാണ്, ഇതെല്ലാം ഗുരുതരമായ തെറ്റുകളാണ്. ഇന്ത്യൻ പീനൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ 329 അനുസരിച്ച് അദ്ദേഹം ചെയ്ത് ഗുരുതരമായ തെറ്റ്. ആ പോയിന്റിൽ തന്നെയാണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. ഇനി സ്വാഭാവികമായിട്ടും നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയും. പക്ഷേ ഇതിനെക്കുറിച്ച് പാർട്ടി അതിനകത്തൊരു തീരുമാനം അറിയിച്ചിട്ടില്ല. ആ പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലേ ഞാൻ ഹൈക്കോടതിയെ സമീപിക്കുകയുള്ളൂ. കാരണം ഈ ദിവസങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ കോലാഹലങ്ങളെ കൃത്യമായി നോക്കേണ്ടതുണ്ട്. കാരണം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്, അല്ലെങ്കിൽ അൻവറിൻ്റെ പുറകിൽ എന്താണ്, അൻവറിൻ്റെ ഉദ്ദേശം എന്താണ്, ഉൾപാർട്ടി ഇഷ്യൂസ് ഉണ്ടോ, അത് അപ്പുറത്തോട്ട് ഇന്നലെ എ.ഡി.ജി.പി ആരോപിച്ചൊരു കാര്യമുണ്ട്, ഇതിൻ്റെ എല്ലാം പുറകിൽ സ്വർണ്ണക്കടത്തുകാരാണ്. അപ്പം ഈ അൻവർ സ്വർണ്ണക്കടത്തുകാരുടെ ഏജൻ്റാണോ,
അതോ ഈ മലപ്പുറം കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇപ്പോൾ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നതിൽ വലിയ രീതിയിലുള്ള സ്മഗ്ലിംഗ്, രാജ്യദ്രോഹപരമായ വിവിധ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നുള്ള വലിയ പ്രചരണമാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കി പത്രമാണോ ഇതെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ കോടതിയെ സമീപിക്കൂ. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.